നേപ്പാൾ എയർലൈൻസിന് നേരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ യാത്രക്കാരുടെയും ഇടയിൽ നിന്ന് ഉയരുന്നത്. കാരണം എന്തെന്നാൽ പ്രൊമോഷന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ നേപ്പാൾ എയർലൈൻസ് ഒരു മാപ്പ് പോസ്റ്റ് ചെയ്തതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യയിൽ നിന്നടക്കം ഇപ്പോൾ നേപ്പാൾ എയർലൈൻസിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റുകളിലും അവരുടെ ഫേസ്ബുക്കിലും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന തെറ്റായ ഒരു നെറ്റ്വർക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധമുണ്ടായത്. അതായത് നേപ്പാൾ എയർലൈൻസ് അവരുടെ വിമാനം എവിടെയൊക്കെയാണ് സർവീസ് നടത്തുന്നത് എന്നടക്കമുള്ള ഒരു ഗ്രാഫ്, അതായത് ഒരു മാപ്പ് അവരതിൽ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്തു. അതിലാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. അതോടെ നേപ്പാൾ എയർലൈൻസ് ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. നിരവധി പേർ നേപ്പാൾ എയർലൈൻസിന്റെ ഉദ്ദേശം ചോദ്യം ചെയ്യുകയാണ്. മാപ്പിൽ പ്രധാനമായും എന്ത് തെറ്റാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, അതായത് നേപ്പാൾ എയർലൈൻസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച റൂട്ട് മാപ്പിൽ ജമ്മു കാശ്മീരും ലഡാക്കും പാകിസ്ഥാന്റെ ഭാഗമായി കാണിച്ചതാണ് ഏറ്റവും വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് നേപ്പാൾ എയർലൈൻസ് ആ മാപ്പ് ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ചെയ്തത്. അതോടെയാണ് വലിയ പ്രതിഷേധം ഇരമ്പിയത്. അതോടെ കാർട്ടോഗ്രാഫ് പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേപ്പാൾ എയർലൈൻസ് തടി തപ്പാൻ ശ്രമിച്ചുവെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാനാഭാഗത്ത് ഇപ്പോൾ രംഗത്ത് വരികയാണ്. നേപ്പാൾ എയർലൈൻസ് നൽകുന്ന വിശദീകരണം എന്താണെന്നാൽ, ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ ഒരു ഏജൻസിക്കാണ്, അതായത് ഒരു തേർഡ് പാർട്ടി ഏജൻസിക്കാണ് ഏൽപ്പിച്ചത്. അവരാണ് ഇതിൽ തെറ്റ് വരുത്തിയതെന്നാണ് നേപ്പാൾ എയർലൈൻസ് ഔദ്യോഗികമായി ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഗ്രാഫിക്സ് ഒന്നും പരിശോധിക്കാതെ അതേപോലെ തന്നെ നമ്മളത് പോസ്റ്റ് ചെയ്തതാണ് പിഴവിനൊരു കാരണം. ഇത് സാങ്കേതിക പിഴവാണെന്നും നേപ്പാൾ എയർലൈൻസ് അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു മാപ്പ് ചെയ്തു തരാനായിട്ട് നേപ്പാൾ എയർലൈൻസ് പുറത്തുള്ള ഒരു ഏജൻസിക്കാണ് ഇത് കൊടുത്തത്. അവർ ഈ മാപ്പ് ചെയ്ത് തന്നതോടുകൂടി അതൊന്ന് വെരിഫൈ ഒന്നും ചെയ്യാതെ തന്നെ നേപ്പാൾ എയർലൈൻസിന്റെ കമ്പനി അതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതാണ് വലിയൊരു വിവാദത്തിന് ഇപ്പോൾ കാരണമായത്. അതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ബോയ്കോട്ട് നേപ്പാൾ എയർലൈൻസ് എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തികളെ തെറ്റായി ചിത്രീകരിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ മുൻ നടപടി എടുക്കുമെന്നും എയർലൈൻസ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അതിർത്തികളെ മാനിക്കുന്നതായും ഇത്തരമൊരു പിഴവിൽ ഖേദിക്കുന്നുവെന്നും നേപ്പാൾ എയർലൈൻസ് വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ പോസ്റ്റ് ഉടനടി തന്നെ അത് നീക്കം ചെയ്തിട്ടുണ്ട് എന്നും ഞങ്ങളുടെ ഉള്ളടക്കം ഉയർന്ന നിലവാരത്തിലുള്ള കൃത്യത പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരു ആന്തരിക അവലോകനം നടത്തുകയാണെന്നും എയർലൈൻസ് വ്യക്തമാക്കുകയാണ്. അയൽക്കാരുമായും സുഹൃത്തുക്കളുമായും ഞങ്ങളുടെ ബന്ധം അത് ശക്തമാണ്, ദൃഢമാണ്, അത് വളരെയധികം വിലമതിക്കുന്നതാണെന്നാണ് നേപ്പാൾ എയർലൈൻസ് ഇപ്പോൾ ഇറക്കിയ ക്ഷമാപണം ഉൾപ്പെടെയുള്ള ആ ഒരു കത്തിൽ അവർ പറയുന്നത്. ഇത് സംഭവം ഓൺലൈനിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാവുകയും സെൻസിറ്റീവ് ജിയോ പൊളിറ്റിക്കൽ അതിർത്തിയിലെ ഗുരുതരമായ തെറ്റെന്നും നിരുത്തരവാദപരമായി ഇതിനെ കൈകാര്യം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. ഒരു ദേശീയ വിമാന കമ്പനിക്ക് അത്തരമൊരു മാപ്പ് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നും ഇത് എങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് നിരവധി ഉപഭോക്താക്കൾ ഇപ്പോൾ എയർലൈൻസിനോട് ചോദിക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു അശ്രദ്ധയാണ് നേപ്പാൾ എയർലൈൻസിന് സംഭവിച്ചിരിക്കുന്നത്. അത്തരം പിശകുകൾ അത് മേൽനോട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പാളിച്ച സ്ഥാപനത്തുണ്ടാവുന്നു. സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടീമിന് തന്നെ ഇതൊരു വലിയൊരു പാളിച്ച ഉണ്ടാകുന്നു. നേപ്പാൾ എയർലൈൻസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ചെറിയ ഒരു തട്ടിക്കൂട്ട് തുക്കട കമ്പനിയല്ല. ഒരു ചെറിയൊരു കമ്പനി ആയിരുന്നാൽ പോലും ഒരു മാപ്പ്, ഒരു രാജ്യത്തിന്റെ മാപ്പിൽ ഓരോ സംസ്ഥാനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കമ്പനി അധികൃതർക്കുണ്ട്. തയ്യാറാക്കുന്ന കമ്പനിക്ക് തന്നെയുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കമ്പനിക്കുണ്ട്. അത് ആർക്ക് കൊടുത്താലും, പുറത്തുള്ള ഏജൻസിക്കാണ് കൊടുത്തെന്ന് പറഞ്ഞാലും അങ്ങനെ എന്ന് പറഞ്ഞ് കൈ കഴുകി കളയാൻ പറ്റില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർക്കാണ്. അപ്പോൾ നിരുത്തരവാദപരമായ അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിൽ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു കമ്പനിയായി നേപ്പാൾ എയർലൈൻസ് മാറുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്.